മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനനായുള്ള തെരച്ചിൽ 12ാം ദിവസം ഫലം കണ്ടില്ല. പുഴയിലെ ശക്തമായ അടിയൊഴുക്കും പാറക്കെട്ടും മരങ്ങളുമാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത്. അതിശക്തമായ ഒഴുക്കിലും 9 തവണയാണ് ഈശ്വർ മാൽപേ ഡൈവ് ചെയ്തത്. നാളെ വീണ്ടും തെരച്ചിൽ നടത്തുമെന്ന് സതീഷ് കൃഷ്ണ സെയിൽ MLA പറഞ്ഞു. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചാകും നാളത്തെ തെരച്ചിൽ. നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സംഭവിച്ചത് ചുരുക്കി ഞാൻ പ്രേക്ഷകരിലെത്തിക്കാം. ഇന്ന് 12ാം ദിനത്തിൻ്റെ തിരച്ചിലിനും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഷിരൂരിൽ ക്യാമറ കണ്ണുകൾ തിരിച്ചത്. അർജുൻ്റെ ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണ് എന്ന് ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഐബോഡി ഡ്രോൺ കണ്ടെത്തിയിരുന്നു. അതുപ്രകാരം 132 മീറ്റർ അകലെയുള്ള സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട തെരച്ചിൽ. ആർമിയും നേവിയും SDRFും NDRFിനും ഒപ്പം ഒരു പുതിയ സംഘം കൂടി ഇന്ന് തെരച്ചിലിനെത്തുന്നു. അടിത്തട്ടിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് ദൗത്യസംഘം ശ്രമിക്കുമ്പോൾ ഒഴുക്ക് വില്ലനായി മാറുന്നു. 7 നോട്ട്സിൽ ഒഴുകുന്ന ഗംഗാവലി പുഴയിലൂടെ ദൗത്യസംഘത്തിന് സ്കൂബ ഡൈവിംഗ് നടത്തി ട്രക്കിനടുത്തേക്ക് എത്തുക സാധ്യമല്ലെന്ന് തിരിച്ചറിയുന്നു. അതിനെ തുടർന്ന് ഈ ദൗത്യസംഘത്തിനും അപ്പുറത്തേക്ക് മറ്റാരെയെങ്കിലും ഈ നിയോഗം ഏൽപ്പിക്കാനുള്ള തീരുമാനമുണ്ടാവുന്നു. അങ്ങനെ കുന്താപുരയിൽ നിന്ന് 100 മീറ്റർ അടിത്തട്ടിലും പോയി പലപ്പോഴും തെരച്ചിൽ നടത്തിയിട്ടുള്ള 50-60 തവണ രക്ഷാപ്രവർത്തനം നടത്തി ഒരു ചരിത്രമുള്ള ഒരു ദൗത്യസംഘത്തെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ആ ദൗത്യസംഘത്തെ നയിക്കാൻ നിയുക്തനായത് കുന്താപുരയിൽ നിന്നുമുള്ള ഈശ്വർ മാൽപേ എന്ന മത്സ്യത്തൊഴിലാളിയാണ്. ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം 7 അംഗ സംഘം ഗംഗാവലി പുഴയിലേക്ക് എത്തുന്നതോടുകൂടി വീണ്ടും പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുന്നു. 7 നോട്ട്സിൽ കുത്തിയൊലിച്ചൊഴുകുന്ന ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ പോയി ലോറി കണ്ടെത്തുക എന്ന പ്രാഥമിക ദൗത്യം അങ്ങനെ മാൽപേ ഏറ്റെടുക്കുന്നു. നേവിക്ക് പോലും 2 നോട്ട്സിൽ കൂടുതൽ പുഴയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 7 നോട്ട്സിൽ കുത്തിയൊലിച്ചൊഴുകുന്ന ഗംഗാവലി പുഴയിലേക്ക് നമ്മളുടെ ഈശ്വർ മാൽപേയും സംഘവും ഇറങ്ങുന്നത്. ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വൈകുന്ന സാഹചര്യവും ഒന്നുണ്ടായി. ഇന്നലെ ഫോൺ ടൂണുകൾ എത്തിക്കാനുള്ള ശ്രമമുണ്ടാകുമെന്നും ബാർജിനെ കുറിച്ചുള്ള ആലോചനയും നടക്കുന്നു. പക്ഷേ ആ ചർച്ച ഇന്ന് കാര്യമായി പുരോഗമിച്ചില്ല. നാവികസേനയിലെ റിയർ അഡ്മിറൽ RM രാമകൃഷ്ണൻ ഷിരൂരിലേക്ക് എത്തുന്നതോടുകൂടി നാവികസേന വളരെ ഗൗരവമായി ഈ മിഷൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് ബോധ്യമാവുന്നു. നാളെയും നാവികസേന തുടരും. ഈ മിഷൻ ഇപ്പോൾ അബോർട്ട് ചെയ്യാൻ നാവികസേന തയ്യാറല്ല എന്ന ഉറപ്പും നമുക്ക് കിട്ടി. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 7 നോട്ടോളമാണ് എന്നുള്ളത് ദൗത്യസംഘത്തെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമുണ്ടായി. 2 നോട്ടിനും അപ്പുറത്തേക്കുള്ള ഏത് അടിയൊഴുക്കും നാവികസേനയ്ക്ക് സാങ്കേതികമായി പുഴയിലിറങ്ങുന്നതിന് തടസ്സമാണ്. ടഗ് ബോട്ട് കൊണ്ടുവരാനുള്ള ദൗത്യസംഘത്തിൻ്റെ ശ്രമവും നടക്കുന്നു. പക്ഷേ സാധിക്കുന്നില്ല. നിരവധി തവണ ഡൈവ് ചെയ്ത ഈശ്വർ മാൽപേ നമ്മൾ കണ്ടു. ഈശ്വർ മാൽപേ 9 തവണയാണ് ഡൈവ് ചെയ്ത് വെള്ളത്തിനടിയിലേക്ക് പോകുന്നത്. അതിൽ 3ാമത്തെ തവണ ഡൈവ് ചെയ്യുമ്പോൾ അദ്ദേഹം താഴേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. നാവികസേനയുടെ ഡിങ്കി ബോട്ട് പോയി ഈശ്വർ മാൽപേ രക്ഷിച്ചു കൊണ്ടുവന്നു. ഈശ്വർ മാൽപേ പുഴയിൽ ഇറങ്ങുന്നത് മുതൽ വൈകുന്നേരം കരയ്ക്ക് കയറുന്നത് വരെയുള്ള നിമിഷങ്ങൾ ഉദ്വേഗജനകമായിരുന്നു. ഏത് നിമിഷവും സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈശ്വർ മാൽപേക്ക് ലോറിയെ ടച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. ദൃശ്യങ്ങൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ഗംഗാവലി പുഴയുടെ 4 സ്പോട്ടുകളിലാണ്. ആദ്യത്തെ സ്പോട്ട് കരയിൽ നിന്ന് 165 മീറ്റർ അകലെ. ഇത് ലെസ് പ്രോബബിൾ സ്പോട്ടാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ ആ സ്പോട്ടിൽ ഉണ്ടാവുക റോഡിൻ്റെ കൈവരിയിലുള്ള ഏതെങ്കിലും ലോഹഭാഗങ്ങളാവാം, അതല്ലെങ്കിൽ വീണ് കിടക്കുന്ന ഇലക്ട്രിക് ടവർ ആവാം, അതല്ലെങ്കിൽ നേരത്തെ ഒലിച്ചു പോയ ടാങ്കറിൻ്റെ ക്യാബിൻ ഭാഗമാവാം. സ്പോട്ട് 2വിലും അതുപോലെ തന്നെയാണ്. കരയോട് ഏറ്റവും ചേർന്നുള്ള ഭാഗമാണ് 65 മീറ്റർ. 3ാമത്തെ സ്പോട്ടും 4ാമത്തെ സ്പോട്ടുമാണ് ഏറ്റവും പ്രധാനം. 3ാമത്തെ സ്പോട്ട് 110 മീറ്റർ അകലെയും 4ാമത്തെ സ്പോട്ട് 132 മീറ്റർ അകലെയുമാണ്. ഈ 4ാമത്തെ സ്പോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. അതാകട്ടെ കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ആ മൺകൂമ്പാരത്തിന് മുകളിൽ ആണ്. അവിടെ നിന്നും 3 മുതൽ 5 മീറ്റർ താഴ്ചയിലാവാം ട്രക്ക് കിടക്കുന്നത് എന്നതാണ് ഇന്ദ്രപാലിൻ്റെ ഐബോർഡ് ഡ്രോൺ ഇന്നലെ കണ്ടെത്തിയിരുന്നതും. ഇന്ന് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങിയതും കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള ഈ സ്പോട്ടിലാണ്. 2 രീതിയിൽ ലോറി കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ലോറി ഇതേപോലെ വെട്ടിക്കലായി കിടക്കാം, അതല്ലെങ്കിൽ തിരിഞ്ഞു വേണമെങ്കിലും കിടക്കാം. 132 മീറ്റർ കരയിൽ നിന്ന് അകലെ ലോറി ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ക്യാബിൻ്റെ ഭാഗം മൺകൂനയുടെ താഴെയാണെങ്കിൽ ആദ്യം ഈ മൺകൂന മാറ്റണം. മൺകൂന മാറ്റാനുള്ള ഹിറ്റാച്ചിയോ മറ്റു മെഷീനോ പുഴയിൽ എത്തിക്കാൻ കഴിയില്ല. നിലവിൽ ബാർജോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ ഇല്ല. മാത്രവുമല്ല അങ്ങനൊരു പ്ലാറ്റ്ഫോം അവിടെ എത്തിക്കാൻ നിലവിൽ സാങ്കേതിക തടസ്സമുണ്ട്. പിന്നെ നമ്മൾ
നമ്മൾ ആലോചിച്ചത് പോൺടൂൺ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ പോൺടൂൺ കൊണ്ടുവരുന്നതിനും സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാജസ്ഥാനിൽ നിന്ന് കൂടുതൽ വിദഗ്ധർ ഇന്നെത്തി ആ വിഷയത്തിൽ ചർച്ച നടത്തും. അതായത് ഇപ്പോൾ ഈ മൺകൂന കാണുന്ന ഈ പ്രദേശത്തു നിന്നും 3 മീറ്റർ താഴെ കിടക്കുന്ന ഈ ബോട്ടിലേക്ക് എത്തുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നതാവട്ടെ ഈ പുഴയിലേക്ക് വീണ് കിടക്കുന്ന തടിക്കഷണങ്ങളുമാണ്. ഒരു വലിയ മരം ഈ പുഴയിലേക്ക് വീണ് ഈ മൺകൂനയുടെ അടിയിലുണ്ടെന്നും ആ മരത്തിൻ്റെ ചില്ലുകളിൽ എപ്പോൾ വേണമെങ്കിലും സ്കൂബ ഡൈവ് ചെയ്തു വരുന്നയാളുടെ ലൈഫ് ലൈൻ കേബിൾ കുടുങ്ങാമെന്നുമുള്ളതുമാണ് ഇപ്പോൾ വരുന്ന വിവരം. അതുകൊണ്ട് നാളെ പ്രധാനമായും നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ പുഴയിൽ വീണ് കിടക്കുന്ന മരത്തിൻ്റെ ചില്ലകൾ മാറ്റണം. പക്ഷേ അത് സ്വാഭാവികമായി ഒഴുകിപ്പോകാൻ അനുവദിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് 2 കരകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന ഇലക്ട്രിക് ടവറിൽ കണക്ട് ചെയ്തിരുന്ന വലിയ ശക്തിയുള്ള കേബിളുകളാണ്. ആ കേബിളുകൾ നീക്കം ചെയ്യലായിരിക്കും നാളെ നടക്കുന്ന ആദ്യത്തെ പണി. അതിനുശേഷം മരത്തിൻ്റെ ചില്ലകൾ അവിടെ നിന്ന് മാറ്റണം. മരത്തിൻ്റെ ചില്ലകൾ മാറ്റിയതിന് ശേഷം മാത്രമേ അവിടെ സ്കൂബ ഡൈവേഴ്സിന് ആത്മവിശ്വാസത്തോടു കൂടി 3 മീറ്റർ താഴെ ഇറങ്ങി ഈ ലോറിയുടെ ഭാഗത്തേക്ക് പോകാൻ